ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് മട്ടൻ ലെഗ് സൂപ്പുമായിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇനിയിപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ മട്ടൻ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനിയിലേക്ക് 3 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക്, 2 ഏലക്ക, 2 ലോങ്കാടി, 2 ബേ ലീഫ് ഇവ ചേർത്ത് കൊടുക്കാം. ഇനിയിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ചമുളക് പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കണം, ഗ്രീൻ ചില്ലി പേസ്റ്റ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനിയിലേക്ക് മട്ടൻ ലെഗ് ചേർത്ത് കൊടുക്കുക. ഞാനിതിനെ ഒരു 5-6 പ്രാവശ്യം നല്ല ചൂടുവെള്ളത്തിൽ, തിളച്ച വെള്ളത്തിൽ നല്ല പാങ്ങലെ കയറ്റെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് 2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ല പാങ്ങലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കാൻ 3 ഗ്ലാസ് വെള്ളമൊന്നും തേലാലോ. അപ്പോൾ ഇപ്പോൾ 3 ഗ്ലാസ് വെള്ളം കൂട്ടിയിട്ട് വേവിച്ചിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതവിടെ മട്ടൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 7 വിസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വേവെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളം പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മുറി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് സെർവ് ചെയ്യാം. അപ്പോൾ സൂപ്പിനെ കുറിച്ച് ഞാൻ പറയണമെന്നില്ലല്ലോ. സൂപ്പ് കുടിച്ചാലുള്ള ഗുണങ്ങൾ അത് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി സൂപ്പ് ഉണ്ടാക്കുമ്പോഴേക്കെന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.